ഈ കാലഘട്ടത്തിലെ വെയിറ്റ് ലോസിന് വേണ്ടി എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണിത്, സൈലിയം ഹസ്ക്. ഈ പ്ലാന്റേഗോ ഒവാട്ട എന്ന പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഈ വാട്ടർ സൊല്യൂബിൾ ഫൈബർ യഥാർത്ഥത്തിൽ നമ്മൾ കഴിക്കുന്ന പല കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളിൽ നിന്നുള്ള വലിയ ഗ്ലൂക്കോസ് സ്പൈക്കുകളെ മാനേജ് ചെയ്യുന്നുള്ളത് സത്യമാണ്. പക്ഷെ നമ്മൾ അറിയാൻ മേലാത്തൊരു പോയിന്റ് ഇവിടെയുണ്ട്. ഈ വാട്ടർ സോല്യൂബിൾ ഫൈബറുകൾ യഥാർത്ഥത്തിൽ ഒരു ന്യൂട്രീഷനും നമ്മുടെ ശരീരത്തിലേക്ക് തരുന്നില്ല. അതുമല്ല, നമ്മൾ കഴിക്കുന്ന പല ഗുഡ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണവും അതിന്റെ ഒന്നും ന്യൂട്രീഷൻ അബ്സോർവ് ചെയ്യാൻ പറ്റാതെ ഇതൊരു വെറും ഒരു ബൾക്കിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്ത് വെറും ഒരു സ്റ്റൂളായിട്ട് ബാത്റൂമിലോട്ട് പോകുന്നതാണ് യഥാർത്ഥ യാഥാർത്ഥ്യം. അതുപോലെ ഈ സൈലിയം ഹസ്കിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അപകടം വരെ സംഭവിക്കാം. അത് സോല്യുബിൾ ഫൈബർ ആയാലും നോൺ സോല്യുബിൾ ഫൈബർ ആയാലും ഈ പ്ലാന്റ്സിൽ നിന്നുള്ള ഫൈബർ യഥാർത്ഥത്തിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള എൻസൈം നമ്മുടെ ശരീരത്തിനില്ല. ഈ സൈലിയം ഹസ്കും 2-3 നേരമൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് കഴിച്ച് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാം എന്നൊക്കെ വിശ്വസിക്കുന്നത് വെറുതെയാണ്. കാരണം നമ്മുടെ ശരീരത്തിനെ അങ്ങനെ പറ്റിക്കാനോ ഒരു ഭക്ഷണം കൊടുത്ത പോലെ മിമിക് ചെയ്യാനോ യഥാർത്ഥത്തിൽ പറ്റത്തില്ല. കാരണം നമ്മുടെ ശരീരത്തിന് വേണ്ടത് ന്യൂട്രീഷനാണ്. ഒരു ലോ കാർബോഹൈഡ്രേറ്റ് അപ്രോച്ച് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതേപോലെ പ്രോട്ടീനും ഫാറ്റിനും കൂടുതൽ മുൻതൂക്കം കൊടുത്താൽ തന്നെ നമ്മുടെ ഈ അധിക ഭാരം അല്ലെ പൊണ്ണത്തടി അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് കണ്ടീഷൻ അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കണ്ടീഷൻ ഒക്കെ നമുക്ക് പരിഹരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇതുകൊണ്ടോ ഈ സൈലിയം ഹസ്ക് ഇത്ര വിചാരിച്ചാൽ ഈ സാധനം താഴോട്ട് പോവുകയില്ല. ഇതേപോലെ ആയിരിക്കും നമ്മുടെ വയറിനകത്തും. വെള്ളം കുറഞ്ഞു പോയാൽ ഇതേപോലെ സ്റ്റക്കായിട്ടിരിക്കും. അപകടം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വളരാം. ബൈ.